നാവിലാണ് ഇന്ന് ബിസിനസ് നടക്കുന്നത്. അടിച്ച് കയറ്റി കൊടുക്കാണ്. അതിൻ്റെ ആ കച്ചവടത്തിൽ പാലിക്കേണ്ടുന്ന ജീവിത മര്യാദയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാമ്പത്തിക ഇടപാട് എത്രത്തോളം കുറ്റമറ്റതാകണമെന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ സൗന്ദര്യം, ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രത്തിൻ്റെ സൗന്ദര്യം നമ്മൾ കാണുന്നത് ഒരുപക്ഷെ രാത്രി പാതിരായിക്ക് 12 മണിക്ക് 1 മണിക്ക് 2 മണിക്ക് നിരനിരയായി നിന്ന് മസ്ജിദുകൾ നിറഞ്ഞ് നടക്കുന്ന ദുആകളിലും പ്രാർത്ഥനകളിലും നമസ്കാരത്തിലും നാം ഇസ്ലാമിൻ്റെ സൗന്ദര്യം കാണുന്നതിനേക്കാളേറെ ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ നമുക്ക് ആ ഒരു സൗന്ദര്യം കാണാൻ പറ്റും. നമസ്കാരത്തിൽ കാണുന്നതിനേക്കാൾ വലിയ സൗന്ദര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ സാമ്പത്തിക ഇടപാട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു സൗന്ദര്യത്തെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന ആ ഒരു സൗന്ദര്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സങ്കല്പമെങ്കിലും നമുക്കുണ്ടോ എന്ന് നമ്മളൊക്കെ ആലോചിച്ച് നോക്കേണ്ടതാണ്. സഹാബാക്കളായ സ്ത്രീകൾ പറയുമായിരുന്നു ആണുങ്ങളോട്, പട്ടിണി കിടക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ഇന്നൊരു ദിവസം മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു കാശ് പോലും കിട്ടുന്നില്ല എങ്കിൽ കാലി കയ്യുമായിട്ട് തിരിച്ചു വന്നോളൂ, ഒന്നുമില്ലാതെ തിരിച്ചു വന്നോളൂ, ഞങ്ങൾ പട്ടിണി കിടക്കാൻ തയ്യാറാണ്. പക്ഷേ അന്യായമായി ഒരുത്തനെ പറ്റിച്ചിട്ട് ഒരു കാശ് ഈ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുവരരുത് കേട്ടോ എന്ന് സ്ത്രീകൾ പറയുമായിരുന്നു, സഹാബാക്കൾ. എന്താണ് ആ സൗന്ദര്യം? ആ സൗന്ദര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ സൗന്ദര്യം അറിയണമെങ്കിൽ മുആമലാത്ത് അഥവാ ഇടപാടുകളിലേക്ക് നമ്മൾ നോക്കണം. വല്ല ആലോചനകളും നമ്മൾ നടത്തുന്നുണ്ടോ? കുല്ലു ലഹ്മിൻ നബത മിനസ് സുഹ്തി ഫന്നാറു ഔലാ ബിഹി. അല്ലാഹുവിൻ്റെ റസൂല് നമ്മളോട് പറഞ്ഞു തന്ന വളരെ ഗൗരവമുള്ള അതിമഹത്തായ വളരെ സുന്ദരമായ ഒരു ജീവിത പാഠമാണ് നമ്മളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കുല്ലു ലഹ്മിൻ നബത മിനസ് സുഹ്തി. എല്ലാ ശരീരഭാഗങ്ങളും അത് ഹറാമായ സ്വത്ത് തിന്നിട്ടാണോ ഉണ്ടായിട്ടുള്ളത്, എന്നാൽ അത് നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റുള്ളവരെ അപഹരിക്കാൻ പാടില്ല, കളവ് പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ പാടില്ല, അന്യായമായ ഇടപാടുകൾ നടത്തി പൈസ ഉണ്ടാക്കാൻ പാടില്ല. ഇങ്ങനെ ഇത് സാമ്പത്തിക ഇടപാടുകളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് ഇന്നൊരു വിശദീകരണം ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതെല്ലാം തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നുവെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ട്, എല്ലാം കൂടെ കളവ്, വഞ്ചന, ചതി, എങ്ങനെ ഏതെല്ലാം രീതിയിലുള്ള അവിഹിതമായ സാമ്പത്തിക ഇടപാടുകളുണ്ടോ അതിനെ എല്ലാം കൂടെ ചേർത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ലഹ്മിൻ നബത മിനസ് സുഹ്തി ഫന്നാറു ഔലാ ബിഹി. അനുവദനീയമല്ലാത്ത വകയിൽ സമ്പാദിച്ച പൈസ കൊണ്ട് വാങ്ങി ആഹാരം കഴിച്ച് അതിലൂടെ ശരീരത്തിനുണ്ടായ പോഷകം മുഴുവൻ നരകത്തിലേക്കുള്ളതാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് സഹാബി സ്ത്രീകൾ പറഞ്ഞത്. അതുകൊണ്ടാ, നിങ്ങൾ പട്ടിണി കിടക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അവിഹിതമായി സമ്പാദിച്ച ഒന്നും ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുതേ. അതിൻ്റെ പേരിൽ വരാനുള്ള പരലോകത്തിൻ്റെ ശിക്ഷ താങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇവിടുത്തെ വിശപ്പ് സഹിക്കാം, പരലോകത്തിൻ്റെ ശിക്ഷ നമുക്ക് താങ്ങാൻ കഴിയില്ല. ഒരു സാമ്പത്തിക ഇടപാട് നടക്കുന്ന ഇടത്ത് ആരാണോ നമ്മളുമായി ഇടപാട് നടത്തുന്നത് അയാളുടെ തൃപ്തിയില്ലാതെ ഒരിടപാട് നടത്തുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ ബൈഉ വൻ തറാദിൻ. എത്ര സുന്ദരമാണ് ഇസ്ലാം! ഇസ്ലാമിൻ്റെ സാമ്പത്തിക നിയമങ്ങൾ എത്ര സുന്ദരമാണ്. ഇന്നമൽ ബൈഉ വൻ തറാദിൻ. രണ്ടാൾ തമ്മിൽ ഒരു ഇടപാട് നടക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരും തൃപ്തിയായിട്ടായിരിക്കണം അതിൻ്റെ ഇടപാട് നടത്തുന്നത്. രണ്ടുപേരും തൃപ്തിയായിട്ടായിരിക്കണം ആ ഇടപാട് നടത്തുന്നത്. ഒരാളല്ല അത് തീരുമാനിക്കേണ്ടത്. രണ്ടാൾക്കും പരസ്പരം സംതൃപ്തിയോടുകൂടി നടക്കുമ്പോൾ മാത്രമേ ആ സാമ്പത്തികമായ ഇടപാട് ശരിയായ ഇടപാടാകുള്ളൂ. അപ്പോൾ മാത്രമേ ആ സമ്പത്ത് അനുവദനീയമാകുകയുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു.
ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇനി അന്യൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി മുങ്ങി നടക്കുന്ന എത്ര മാന്യന്മാരുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. എത്ര മനുഷ്യരിൽ നിന്നാണ് സങ്കട കഥകൾ കേൾക്കേണ്ടി വരുന്നത്. എത്ര മനുഷ്യരിൽ നിന്നാണ് പല ദിവസങ്ങളിലും നമ്മൾക്ക് കേൾക്കേണ്ടി വരുന്ന കാഴ്ചയാണ്, കേൾവിയാണിത്. ഇന്നയാൾ ക്യാഷ് വാങ്ങി തന്നിട്ടില്ല, വിളിച്ച ഫോൺ എടുക്കില്ല, ഒരിടപാടുമില്ല, അതുവരെ വലിയ സുഹൃത്തുക്കളായിരുന്നു, നാളെ തരാമെന്ന് പറഞ്ഞ് വാങ്ങിയതാ. എത്ര പ്രാവശ്യവ സഹോദരങ്ങളെ കേൾക്കുന്നത്. ആരെയൊക്കെക്കുറിച്ചാണിത് കേൾക്കുന്നത്? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, അന്യൻ്റെ ക്യാഷ് വാങ്ങിയിട്ട് മിണ്ടാതെ മാന്യന്മാരായി നടക്കുന്നുണ്ടെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കണം, വലിയ അപകടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്യൻ്റെ അവകാശങ്ങൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ പരലോകത്ത് നീതി നടപ്പിലാക്കപ്പെടും. ഈ ലോകത്ത് നീതി നടപ്പിലാവുകയേയില്ല, ഒരിക്കലും നീതി നടപ്പിലാകില്ല. പടച്ചവൻ എല്ലാ മനുഷ്യർക്കും നീതി കൊടുക്കും, ഉറപ്പാണത്. ഈ ലോകത്തൊരു മനുഷ്യൻ അനീതി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്തൊരു മനുഷ്യൻ അന്യായം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ഒറ്റയ്ക്കിരുന്ന് ആ അന്യായത്തെ ഓർത്ത് അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ടുണ്ടെങ്കിൽ, സഹോദര, ഒരു സംശയവും വേണ്ട, അതിൻ്റെ തിരിച്ചടി കിട്ടിയിരിക്കും. ഒരു സംശയം വേണ്ട, അതിൻ്റെ തിരിച്ചടി കിട്ടിയിരിക്കും. എങ്ങനെയാണ് നമുക്കിത് സാധിക്കുന്നത്? ഞാനിത് ഒരു 27ാമത്തെ രാവിലെ ഇബാദത്തിന് വേണ്ടി വന്ന ആൾക്കാരെ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷെ നമ്മളുടെ ചില ചിന്തകൾ പങ്കുവയ്ക്കാണ്. യാ അയ്യുഹല്ലദീന ആമനുസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ, അള്ളാഹ്ക്കും റസൂലിനും നിങ്ങൾ ഉത്തരം കൊടുക്കി. ഇദാ ദആകും ലിമാ യുഹീകും, നിങ്ങളുടെ പരലോക വിജയത്തിന് വേണ്ടിയുള്ള വഴിയിലേക്ക് അള്ളാഹും റസൂലും ക്ഷണിക്കുമ്പോൾ നിങ്ങൾ ആ ക്ഷണം സ്വീകരിക്കൂ, നിങ്ങൾ അതനുസരിച്ച് ജീവിക്കൂ, ആ ജീവിതത്തിൻ്റെ നല്ല പാഠങ്ങൾ പകർത്തു, എന്നിട്ട് മാന്യമായി ജീവിക്കൂ. കുറേയേറെ സമ്പത്തിൻ്റെ പ്രകടനം നടത്തുകയും എന്നിട്ട് നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കാനുള്ള അവസ്ഥയിൽ ജീവിക്കുന്നതിനേക്കാൾ എത്ര അന്തസ്സാണ് ഉള്ളതിനെ കൊണ്ട് സംതൃപ്തിയോടുകൂടി ജീവിക്കുന്നത്. മനുഷ്യൻ്റെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. നാടോടുമ്പം നടുവേ ഓടുക എന്നാണ് ചൊല്ല്. നാട്ടെല്ലാവർക്കും വലിയ വലിയ വീടുകളാണ്, മുന്തിയ കാറുകളാണ്, വലിയ വലിയ സംവിധാനങ്ങളാണ്. എൻ്റെ കൂട്ടുകാരെല്ലാം ഇന്ന് പണിതിരിക്കുന്ന വീട് 4 നിലയാണ്. എൻ്റെ കൂട്ടുകാർ പഴയകാല പഠനകാലഘട്ടത്തിലെ കൂട്ടുകാരെല്ലാം വാങ്ങിയ വാഹനങ്ങൾ മുന്തിയനം വാഹനമാണ്. ഞാനായിട്ടെങ്ങനെയാണ് ഈ പഴയ ഒരു പാട്ടയുമായിട്ട് നടക്കുന്നത് എന്ന് ചിന്തിക്കുന്നിടത്ത്, സഹോദര, നമ്മളുടെ ദുരഭിമാനം പ്രവർത്തിക്കുന്നുണ്ടാകും. പക്ഷേ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ നമ്മൾ അകന്നു പോയിട്ടുണ്ട്, ഒരു സംശയമില്ല. ഓരോരുത്തരും അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ടല്ലേ ജീവിക്കേണ്ടത്. നാട്ടുകാരെ നോക്കിയിട്ടല്ല ജീവിക്കുന്നത്. ഒരു സുഹൃത്ത് ഈ അടുത്തൊരു വർത്തമാനത്തിൻ്റെ ഇടയിൽ പറഞ്ഞത്, ഇന്നിപ്പോൾ ആരും വീട് വയ്ക്കുന്നത് അവനവൻ്റെ ആവശ്യം നോക്കിയിട്ടല്ല, അയൽവക്കത്തെ വീട് നോക്കിയിട്ടാണ്. അയൽവക്കത്തെ വീട് എത്രയാണ്, ആ കൂട്ടത്തിൽ ഏറ്റവും കൂടിയത് എൻ്റെതായിരിക്കണം, അതുമാത്രമാണ് മനുഷ്യൻ സങ്കല്പിക്കുന്നത്. അതിന് ക്യാഷ് എവിടെ നിന്ന് വരും? എവിടെന്നെങ്കിലുമൊക്കെ ഉണ്ടാക്കും. കടം വാങ്ങും, ബാങ്കിൽ നിന്ന് എടുക്കും, അവിടെ നിന്ന് എടുക്കും, കിട്ടുന്നിടത്തുനിന്നെല്ലാം വാങ്ങും, എന്നിട്ട് മുങ്ങാൻ പറ്റുന്നിടത്തെല്ലാം മുങ്ങി നടക്കും. കുടുങ്ങുന്നിടത്ത് അവസാനം എല്ലാം ഉടലോടെ പോവുകയും ചെയ്യും. ഇതല്ലേ ഇന്ന് മനുഷ്യൻ്റെ അവസ്ഥ? ആരെ കാണിക്കാനാണ് ഈ ദുരഭിമാനങ്ങൾ? ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർ തമ്മിലുള്ള ഇടപാടിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യും നമ്മൾ പ്രതീക്ഷിക്കരുത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, കരുണയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓരോ മനുഷ്യൻ്റെയും പരലോക ജീവിതത്തെ, പരലോക വിജയത്തെ ഏറ്റവും ഉത്കടമായി ആഗ്രഹിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആർക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല ഇല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ജനാസ കൊണ്ടുവന്ന് നമസ്കരിക്കാൻ വേണ്ടി വെച്ചാൽ തിരിഞ്ഞു നിന്നൊരൊറ്റ ചോദ്യമാ, ഇയാൾക്ക് കടമുണ്ടോ എന്ന്. കടം ഉണ്ട് എന്ന് പറഞ്ഞാൽ സല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നിസ്കരിച്ചോളീൻ, ഞാനില്ല, ഞാൻ നിസ്കരിക്കുന്നില്ല, കടമുള്ളവർക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂല്
സ്നേഹമുള്ള, കരുണയുള്ള, ആർദ്രതയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കി. ഈ അടുത്ത് ഒരു മനുഷ്യൻ്റെ കഥ കേട്ടു. പലയിടത്തുനിന്നും കിട്ടുന്നതെല്ലാം വാങ്ങി വലിയ ബിസിനസ്, ഓരോരുത്തരോടും പറഞ്ഞ് വലിയൊരു സംരംഭം തുടങ്ങാൻ പോവാണ്. ഇതിലേക്ക് നിങ്ങൾ മുതൽ മുടക്കിക്കോളീൻ, വലിയ വരുമാനം. ഉമ്മത്തിനൊരു പ്രത്യേക ഗുണമുണ്ട്. എവിടെ നിന്നെങ്കിലുമൊക്കെ ഇതുപോലത്തെ കേട്ട് കഴിഞ്ഞാൽ അന്നേരം കൊണ്ട് പൈസ കൊടുക്കും. എവിടെയാണോ ഇതുപോലത്തെ കേസുകളിൽ മനുഷ്യൻ കൊടുക്കുന്നത് അവിടെ എല്ലാം ഉണ്ടാവും. കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ട് പൊയ്തിക്കാൻ കുറേ ആളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി. ആ മനുഷ്യൻ പെട്ടെന്ന്, അള്ളാൻ്റെ തീരുമാനമാണല്ലോ, ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി. കടക്കാരെല്ലാം കൂടെ വീട്ടിലേക്ക് വന്നു ജനാസ എടുക്കാൻ സമയത്ത്. ഒന്ന് ആലോചിച്ചു, ഒരു മനുഷ്യൻ ബന്ധുക്കളെ എത്ര വലിയ പ്രതിസന്ധിയിലേക്ക് ആക്കുന്നെന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെയൊക്കെ ദുരഭിമാനം അല്ലെങ്കിൽ സമ്പത്തിനോടുള്ള ആർത്തി നമ്മുടെ കുടുംബത്തെ എത്ര വലിയ പ്രതിസന്ധിയിലേക്ക് ആക്കുന്നെന്ന് ആലോചിച്ച് നോക്കി. ആ മനുഷ്യൻ്റെ ജനാസ എടുക്കാൻ സമയമായപ്പോൾ കടക്കാരെല്ലാം കൂടെ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് കിട്ടാനുള്ള ലക്ഷങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് ഈ സാധനം എടുത്താൽ മതിയെന്ന്. കുടുംബക്കാരെന്താ ചെയ്യാം? ഇത് നടന്ന സംഭവം, ഞാൻ വെറുതെ പറയുന്നല്ല, നടന്ന സംഭവമാണിത്. ന്യായമായി വരുമാനമുള്ള, ആ വരുമാനം കൊണ്ട് ഒപ്പിച്ച് ജീവിച്ചു പോയൊരു മനുഷ്യൻ ആരൊക്കെ എവിടെയൊക്കെ സമ്പത്ത് കൊണ്ട് വളരുന്നത് കണ്ടപ്പോൾ എനിക്കും ഇനി അങ്ങനെ വളർന്നു കളയാം എന്ന് വിചാരിക്കാം. റേഞ്ച് റോവർ കാണിച്ച് പറ്റിച്ച ആൾക്കാരുണ്ട്. കച്ചവടം തുടങ്ങി 4 മാസം കഴിഞ്ഞപ്പം ഈ വണ്ടി എടുത്ത് കണ്ടപ്പോൾ കൂട്ടുകാരൊക്കെ വിചാരിച്ച് മൂപ്പരുടെ കയ്യിൽ പൈസ വരുമാനം വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, എങ്ങനെയാ നമ്മൾ കുറച്ച് പൈസ തന്നാലോ? ആ തന്നോളൂ. എല്ലാവരും വാങ്ങിച്ച് അവസാനം എല്ലാം പോയി. എന്തൊക്കെയാ മനുഷ്യൻ പറ്റിക്കുന്ന രീതികൾ. നല്ല കൂടിയൊരു വാഹനം എടുക്കാം, കച്ചവടം തുടങ്ങി 4 മാസം കഴിയുമ്പോൾ നല്ല വാഹനം എടുക്കും. ഇത് കാണുന്ന സാധുക്കൾ വിചാരിക്കും ഇവൻ്റെ കയ്യിലുള്ള ശരിയായ പൈസയാണ്, ശരിയായ വരുമാനം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കാന്ന വിചാരം. അത് കണ്ട് സാധുക്കൾ അന്നേരം തന്നെ വിചാരിക്കും ഇയാളുടെ കയ്യിൽ കൊണ്ട് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4 മാസം കഴിയുമ്പോൾ ഞാനൊരു ബെൻസിൽ പോയാലിപ്പോൾ എന്താ തെറ്റൊന്നുമല്ലല്ലോ. അങ്ങനെ 4 മാസം ബെൻസ് സങ്കല്പിച്ച് പൈസ കൊണ്ടേ കൊടുത്തു, ലക്ഷങ്ങൾ കൊണ്ടേ കൊടുത്തു. ഇപ്പോൾ ഒന്നുമില്ല, ദിനേന ഫോണാ. എന്തെങ്കിലും തരുമോ? കുറച്ചെന്തെങ്കിലും തരുമോ? എന്താണ് ഈ പൈസയുടെ അവസ്ഥ? അതാണല്ലോ, നമ്മളുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം നമ്മളാണ് രാജാവ്. കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനാ രാജാവ്, അല്ലേ? ശരിയല്ലേ? നമ്മുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം ഇതിൻ്റെ ഉടമ ഞാനാ, നമ്മളാ രാജാവ്. അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അടിമയാ. നോക്കട്ടെ, അടുത്ത ആഴ്ച നോക്കട്ടെ, കുറച്ച് പൈസ വരാണ്ട്. ഇത് എത്ര നാളാ കേൾക്കുന്നത്? എന്തൊരു ദുര്യോഗമാണിത് സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സമ്പത്തിനോടുള്ള അടങ്ങാത്ത ആർത്തി സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ നാശമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ മദീന മസ്ജിദിൻ്റെ അടുക്കൽ, മദീന മസ്ജിദിൻ്റെ ഉള്ളിൽ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബഹ്റൈനിൽ നിന്ന് കൊണ്ടുവന്ന അരിയും ഗോതമ്പും മറ്റിതര ധാന്യങ്ങളും എല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണ്. മസ്ജിദിൽ നമസ്കാരത്തിന് വന്ന സഹാബാക്കളെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി വട്ടം കൂടി നിൽക്കുകയാണ് ഈ ധാന്യത്തിൻ്റെ അടുത്ത്. എല്ലാവർക്കും എന്തെങ്കിലും അരിയോ സാമാനോ കിട്ടിയ അത്ര കേട്ടില്ലെന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് എല്ലാവരും ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്നത്? ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടല്ലേ? അപ്പോൾ പറഞ്ഞാൽ അതെ, കുറച്ചെന്തെങ്കിലും കിട്ടിയ തിരക്കുള്ള പാവങ്ങളാണ്, പട്ടിണിക്കാരാണ്, വീട്ടിൽ അരി വയ്ക്കാൻ വകുപ്പില്ലാത്തതാണ്, അനുവദനീയമായ വഴി കിട്ടുന്നതാണ്, അത് കിട്ടിയ തിരക്കേടില്ല, കൊണ്ടുപോയി ഹലാലായ രീതി മക്കൾക്ക് കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് കാത്തു നിന്നതാ, അല്ലാതെ ആർത്തിയൊന്നുമല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാക്ക് പറഞ്ഞു, ലൽ ഫഖ്റ അഖ്ഷാ അലൈക്കും, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ദാരിദ്ര്യം വരുമെന്ന് പേടിക്കുന്നേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്, ലൽ ഫഖ്റ അഖ്ഷാ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാകുന്നതിന് എനിക്ക് പേടിയില്ല. പേടിയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾക്ക് ദീനിയായ നഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ പേടിക്കുന്നില്ല. പക്ഷേ സമ്പത്ത് വരാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടാവും. ലൽ ഫഖ്റ അഖ്ഷാ അലൈക്കും, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഭയപ്പെടുന്ന ദാരിദ്ര്യത്തെയല്ല, വലാകിൻ അഖ്ഷാ അലൈക്കും, എൻ്റെ പേടി നിങ്ങളുടെ കാര്യത്തിൽ അൻ തുബ്സത അലൈക്കുമുദ്ദുന്യ, ഈ ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാകുമോ എന്നാണ്.
സമ്പത്ത് നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുവോ എന്നാണ്. വരുമാന മാർഗങ്ങൾ പല വഴിക്ക് നിങ്ങളിലേക്ക് വന്നെത്താൻ തുടങ്ങുമെന്നാണ്. ഇതാണ് എൻ്റെ പേടി. എൻ്റെ പേടി നിങ്ങൾ ദാരിദ്ര്യം വന്ന് പട്ടിണിയിൽ കിടന്ന് മരിച്ചു പോകുമെന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര അർത്ഥവത്തായ വർത്തമാനമാണ് പറഞ്ഞത്. ഇതുകൊണ്ടാകുന്ന 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്ന്. മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ്. 10 കിട്ടിയാൽ 100 വേണമെന്നാണ്, 100 കിട്ടിയാൽ 1000 വേണമെന്നാണ്. ആട്ടം പഠിക്കുന്നു, ചാട്ടം പഠിക്കുന്നു, കൊട്ട് പഠിക്കുന്നു, പാട്ട് സാധിക്കുന്നു, മുട്ടാതെ കച്ച കെട്ടുന്നു, ചിലർ നിന്ന് വെട്ടും തടയും വടിയും പറ്റുന്നു. വായന കൊണ്ടേ ഫലിപ്പൂക്കാലമെന്ന് ആയതിന് ഇതിൽ കൃഷ്ണൻ പിടിക്കുന്നു. പണ്ടേതോ ഒരു കവി പറഞ്ഞാണ്, മനുഷ്യൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കിടന്ന് പെടാപ്പാടിലാണ്. അതെങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടേയിരിക്കണം. അതിന് ആരെ പറ്റിച്ചാലും തിരക്കേടില്ല, ഏതൊക്കെ അവിഹിതമായ മാർഗങ്ങളെ തേടിയാലും തിരക്കേടില്ല. ആരോടൊക്കെ കള്ളം പറഞ്ഞാലും ഒരു കുറ്റബോധവുമില്ലാതെ വീണ്ടും 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 ആവർത്തിച്ച് കള്ളം പറഞ്ഞ് ജീവിക്കുകയാണ്. സഹോദരങ്ങൾ, അങ്ങനെയുള്ളവർ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ദയനീയമായ അവസ്ഥ. ഒരുപാട് മനുഷ്യരുടെ സങ്കടങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്, പല ദിവസങ്ങളിലും കേൾക്കുക. ഒരുപാട് മനുഷ്യരുടെ സങ്കടങ്ങൾ. കാശ് വാങ്ങിയിട്ട് മുങ്ങി കിട്ടാനില്ല, എത്ര വിളിച്ചാലും തരില്ല, ഒരു ഉളുപ്പുമില്ല. ഇങ്ങനെ മനുഷ്യനായാൽ എങ്ങനെയാണ്? സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കോടതിയിൽ നീതി നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യും, ഒരു സംശയക്കാര്യത്തിലില്ല. അള്ളാഹു തല സൃഷ്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കുക തന്നെ ചെയ്യും, നീതിപൂർവം അത് നടപ്പിലാക്കും. ആ സമയത്ത് കുടുങ്ങാതിരിക്കാൻ ഇന്നദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ, സഹാബി സ്ത്രീകൾ പറഞ്ഞ മാതിരി പട്ടിണി കിടന്നാലും കുഴപ്പമില്ല. നമ്മുടെ പട്ടിണി നമ്മളെ അറിയുള്ളൂ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിയാൽ നാട്ടുകാർ മുഴുവൻ അറിയും. നമ്മൾ വിചാരിക്കുന്നത് ആരും അറിയുന്നില്ലെന്നാ. ഒരു ദിവസം 2 ദിവസമൊക്കെ പറയാതിരിക്കും, 4-ാമത്തെ ദിവസമാകുമ്പോൾ പറയാൻ തുടങ്ങും. ഓരോരുത്തരായിട്ട് പറയാൻ തുടങ്ങും. കാണുമ്പോഴൊക്കെ അവൻ്റെ മനസ്സിലുണ്ടാകും നമ്മളെക്കുറിച്ചൊരു മതിപ്പ്, നല്ല മനുഷ്യനാ. കാണുമ്പോൾ ചിരിക്കാണിക്കൊക്കെ ചെയ്യും, പക്ഷേ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് നമ്മളെക്കുറിച്ചുള്ള കൃത്യമായൊരു ചിത്രം. ഞാൻ ഉദാഹരണത്തിനൊരു കളവ് മാത്രം പറഞ്ഞു തുടങ്ങിയതാ, ഞാൻ കളവ് പറഞ്ഞതല്ല കേട്ടോ, കളവിനെ ഉദാഹരിച്ചതാണ്. എന്താണ് അല്ലാഹു തആല, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല പാഠങ്ങൾ? ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹീകും. നിങ്ങളെ ജീവിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കാണ് അല്ലാഹ് വിളിക്കുന്നത്. നിങ്ങൾക്ക് അന്തസ്സായി ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലേക്കാണ് അല്ലാഹ് വിളിക്കുന്നത്. അന്തസ്സായി ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലാണ് റസൂല് വിളിക്കുന്നത്. ഈ ദുനിയാവിലും നാളെ പരലോകത്തും രണ്ടിടത്തും നിങ്ങൾക്ക് അന്തസ്സായി ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലേക്കാണ് അള്ളാഹുവും റസൂലും വിളിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ സഹോദരങ്ങളെ, ആ വിളി നമ്മൾ കേൾക്കണം. ഇനി ഗീബത്ത് പറയുന്നതിൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഇതിന്ന് ഒരു തെറ്റായ കാര്യമായി വിചാരിക്കുന്നേയില്ല മനുഷ്യൻ. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുക, അതിലിങ്ങനെ രസിച്ചിരിക്കുക, ഇതൊരു ശീലമായി മാറിയിരിക്കുക. ഇതിനകത്ത് വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാവരും ഇതിനകത്തുണ്ട്. ദീനുണ്ടെന്ന് പറയപ്പെടുന്ന ആൾക്കാരുമുണ്ട്, അല്ലാത്ത ആൾക്കാരുമുണ്ട്. എല്ലാവരെയും ഒരേപോലെ ബാധിച്ച ഏറ്റവും വലിയ മഹാമാരിയായി ഈ സാധനം മാറിയിരിക്കല്ലേ. ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹീകും. അല്ലാഹ് നിങ്ങളെ വിളിക്കുന്നത് വേണ്ട, ഈ സ്വഭാവം നല്ലതല്ല, ഇത് നിങ്ങൾ നിർത്തണമെന്ന് പറയാനാണ്. ഇതൊരു ശരിയായ രീതിയല്ല. അന്യൻ്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, അതവൻ്റെ കേൾക്കുകയും പറയരുത്. മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തരുത്. മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഏറ്റവും ഗൗരവമായ പാപമായിട്ട് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചെങ്കിൽ, സത്യത്തിൽ സഹോദരങ്ങളെ, ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹീകും. അല്ലാഹ് നമ്മളെ വിളിക്കുന്നത് നമ്മൾ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളിലേക്കാണ്. നമസ്കാരത്തിൻ്റെ അവസ്ഥ, നമസ്കാരം എന്തിനു വേണ്ടിയുള്ളതാണ്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം മനുഷ്യനെ മോശമായ കാര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കാനുള്ളതാണ് നമസ്കാരം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നതാണ്. നമസ്കാരം ഇല്ലാത്തവന് ദീനിൽ ഒരു സ്ഥാനവും ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. റമളാനിൽ മാത്രം ഉള്ളതാണോ നമസ്കാരം? നമസ്കാരം പോലെ പ്രധാനമായ ഒരു അമല്
ഇസ്ലാമിക കർമ്മങ്ങളിൽ എവിടെയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട അമൽ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, കൃത്യമായി സമയം നിർണയിക്കപ്പെട്ട ഒരു അമലാണ് നമസ്കാരം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ്. നമസ്കാരത്തിൻ്റെ അവസ്ഥ നമുക്കറിയാലോ. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്ത ആൾക്കാണ് ഇരുന്ന് നിസ്കരിച്ചേ പറ്റുള്ളൂ. ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്ത ആൾ കിടന്ന് നിസ്കരിച്ചേ പറ്റൂ. നോമ്പ് പിടിക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ നോമ്പ് പിടിക്കണ്ട, പിന്നീട് സമയത്ത് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. പിന്നീടൊരു സമയത്ത് നിങ്ങൾ രോഗിയോ അല്ലെങ്കിൽ യാത്രയിലോ ആണെങ്കിൽ അയ്യാമുൻ ഉഖ്റ, മറ്റൊരു സമയത്ത് നോമ്പ് പിടിച്ചാൽ മതി എന്നാണ്. നമസ്കാരം അങ്ങനെയല്ല. സാധിക്കുന്നില്ലേ? എങ്ങനെയാണോ സാധിക്കുന്നത് അങ്ങനെയെന്നാണ്. നിൽക്കാൻ പറ്റാത്തവൻ ഇരുന്ന്, ഇരിക്കാൻ പറ്റാത്തവൻ കിടന്ന്, എങ്ങനെയാണോ സാധിക്കുന്നത് അങ്ങനെ നിസ്കരിച്ചേ പറ്റുള്ളൂ. ഇസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. നിങ്ങളെ ജീവിപ്പിക്കുന്ന കാര്യത്തിലേക്ക് അള്ളാഹുവും റസൂലും വിളിക്കുമ്പോൾ നിങ്ങൾ ആ വിളിക്ക് ഉത്തരം നൽകണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാം. നമസ്കാരം ഒഴിവാക്കാതിരിക്കാൻ ഏറ്റവും വലിയ ശ്രദ്ധ നമുക്ക് വേണം. അതുപോലെ വളരെ പ്രധാനപ്പെട്ട വളരെ സങ്കടകരമായ ഒരു അമലാണ് ഹജ്ജ്. ഹജ്ജ് സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാർ, ഹജ്ജിന് പോയിട്ടില്ലാത്തവർ എത്ര പേരാണ്. സഹോദരങ്ങൾ, നമ്മൾ എന്താണ് ഇതിനൊരു ഗൗരവം കൊടുക്കാത്ത? എന്താണ് നമ്മളെന്താ വിചാരിക്കുന്നത്? ഹജ്ജ് വയസ്സായതിനു ശേഷം ചെയ്യാനുള്ള അങ്ങനെ ഒരു നിയമമുണ്ടോ? ഇസ്ലാമിൽ അങ്ങനെ നിയമമുണ്ടോ? ഹജ്ജ് വയസ്സായതിനു ശേഷം ചെയ്യാനുള്ളതാണെന്ന് നമ്മളവിടെ ആരാ പറഞ്ഞത്? സാമ്പത്തിക സ്ഥിതിയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് നിർബന്ധമാണ്. സാമ്പത്തിക സ്ഥിതിയുള്ള അനേകം മനുഷ്യരുണ്ട് ഹജ്ജ് ചെയ്തിട്ടില്ല. അതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന തന്നെ ഇല്ല. പിന്നീടൊരു സമയത്ത് ആലോചിക്കും. ഒരാൾ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്, പലപ്പോഴും ആലോചിക്കാറുള്ളൊരു കാര്യമാണ്. ഒരു സമയത്ത് എപ്പോൾ ഹജ്ജിന് പോകണമെങ്കിലും പോകാൻ ആവശ്യമായ സാമ്പത്തിക സ്ഥിതി കയ്യിലുണ്ടായിരുന്നു. അന്നത് ചെയ്തില്ല. അവസാനം ബിസിനസ്സെല്ലാം തകർച്ചയിലായി, എല്ലാം നഷ്ടപ്പെട്ട് ഒരു വരുമാന മാർഗം പോലും കയ്യിലില്ലാതെ വീട്ടിലിരിക്കുന്ന അവസ്ഥയിൽ ആ മനുഷ്യൻ ഇങ്ങനെ വീടിൻ്റെ മുമ്പിലിരുന്ന് ആലോചിക്കുകയാണ്, ഇനി എങ്ങനെ ഈ ബാധ്യത ഞാൻ നിർവഹിക്കും? സാമ്പത്തിക സ്ഥിതി ഒരു സമയത്തുണ്ടായിപ്പോയാൽ അവൻ സമ്പത്തില്ലാതായി മാറുന്ന ഘട്ടത്തിലും ഉണ്ടാക്കി ഹജ്ജിന് പോലും നിർബന്ധം അവൻ്റെ ബാധ്യതയായി മാറിയിരിക്കുകയാണത്. സഹോദരങ്ങളെ, എപ്പോഴാണ് അവസ്ഥകൾ മാറുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ഈ മനുഷ്യൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എങ്ങനെ ഞാൻ ഇനി ഈ ബാധ്യത നിർവഹിക്കും? ഒരു വലിയ ഭാരമായി കൊണ്ടുനടക്കാൻ എന്ന് എപ്പോൾ ആലോചിച്ചാലും പോകാൻ കഴിയുന്ന സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്ന ഞാൻ അന്നതിന് അവഗണിച്ചു. അവസാനം സ്വന്തം വീടിനോട് ചേർന്നുള്ള അല്പം പുരയിടം വിറ്റ് ഹജ്ജിന് പോയി. കാരണം എന്താ? മനസ്സ് അനുവദിക്കുന്നില്ല. ഏത് അവസ്ഥയിലാണ് പോകുന്നത്? നല്ല പ്രായമായ അവസ്ഥയിൽ ഈ ഭൂമിയും വിറ്റിട്ട് ആ മനുഷ്യൻ ഹജ്ജിന് പോവാണ്. ഒരു സമയത്ത് എപ്പോഴും ചെയ്യാൻ കഴിയുമായിരുന്നൊരു കാര്യം അലംഭാവത്തോടെ വിട്ടുപോയി. സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് നമ്മൾ പോയാൽ ബിസിനസ്സിൻ്റെ കാര്യം ആര് നോക്കും എന്നുള്ളതാണ്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആരാ നോക്കുക? ഒരു ആക്സിഡൻറ്റ് വന്നു, ഒരു യാത്രയുടെ ഇടയിൽ സംഭവിച്ചു പോയി, ഒരു കണക്കൂട്ടലും ഇല്ലാതെയാണ് നമ്മളൊരു യാത്ര ചെയ്യുന്നത്. ആ സമയത്തൊരു ആക്സിഡൻ്റ് ഉണ്ടായി, ആരാ നോക്കുക? ആര് നടത്തും അത്? ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. ആര് നോക്കും? ചിലപ്പോൾ ബോധമില്ലാതെ ആയിരിക്കും കിടക്കുന്നത്. ഇയാളുടെ ഇടപാടുകൾ എന്തൊക്കെയാണെന്ന് പോലും മക്കൾക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കോ അറിയാത്ത അവസ്ഥയിൽ ഇയാൾ അനക്കമില്ലാതെ കിടക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന എത്രയുണ്ട്? ആരുടെ കയ്യിലാണ് ഇതിൻ്റെ അറിവുള്ളത്? ഹജ്ജ് നിർബന്ധമായി പോയ അനേകം ആൾക്കാർ, എനിക്ക് കൃത്യമായി ഞാൻ ഉറപ്പിച്ച് പറയണം, അനേകം ആൾക്കാർ ഇതിന് യാതൊരു ഗൗരവവും കൊടുക്കാതെ അതെപ്പോഴെങ്കിലുമൊക്കെ പോകാം, സൗകര്യമാവുന്നത്. ഇതിനൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ച് ചില ആൾക്കാർ ചോദിക്കുന്നതാണ്, ഹജ്ജിന് പോയി വന്നാൽ പിന്നെ അതനുസരിച്ച് ജീവിക്കണ്ടേന്ന്. അപ്പോൾ തൽക്കാലം നീ ജീവിക്കാൻ ഉദ്ദേശമില്ല നന്നായിട്ട് അല്ലേ, ഇനിയും കുറേ നാളിങ്ങനെ പോട്ടെ എന്നാ. അതനുസരിച്ച് ജീവിക്കാന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം? എന്താണ് അതനുസരിച്ച് ജീവിക്കാന്ന് പറഞ്ഞാൽ? ഹജ്ജിന് പോയി വന്നാൽ പിന്നെ അതനുസരിച്ച് ജീവിക്കണ്ടേ? ഏതനുസരിച്ച്?
ഏതനുസരിച്ചാ? ദീനനുസരിച്ച് ജീവിക്കണം. അത് ഹജ്ജിന് പോയ ശേഷമല്ലല്ലോ, ഇപ്പോഴും വേണ്ട കാര്യമല്ലേ? അത് കുറച്ചുകൂടെ നേരത്തെ ജീവിക്കാൻ കഴിഞ്ഞാൽ എന്ത് ഭാഗ്യവാ! കുറച്ചുകൂടെ നേരത്തെ അതാകാൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമല്ലേ? അത്തരം അവസരങ്ങൾ നമ്മൾ എന്തിനാണ് പാഴാക്കി കളയുന്നത്? ഹജ്ജ് നിർബന്ധമായ ആൾക്കാർ ആരെങ്കിലും ഈ കൂട്ടത്തിൽ സഹോദരങ്ങളെ ഉണ്ടെങ്കിൽ സ്നേഹപൂർവ്വം പറയട്ടെ, ആരോഗ്യമുള്ള സമയത്ത് നിർവഹിക്കണം കേട്ടോ. ആരോഗ്യമുള്ള സമയത്ത് നിർവഹിക്കണം. അവസാനം നമ്മൾ ഹജ്ജിന് പോയ സമയത്ത് ഒരു പ്രായമായ ഒരാളുണ്ടായിരുന്നു കൂടെ, നല്ല പൈസക്കാരനാണ്. ഞാനത് നേരിട്ട് കണ്ടതാണത്. ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമാണ്. പ്രായമായ മനുഷ്യനാണ്. അദ്ദേഹത്തെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു നല്ല ഒരു ചെറുപ്പക്കാരൻ. എല്ലാ ആവശ്യങ്ങൾക്കും ഇയാളുടെ കൂടെ വന്നൊന്നുമല്ല. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഇവർ ഒരു വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധത്തിൽ നിന്നോ ഒരുമിച്ച് വന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം അങ്ങനെ ഇയാൾക്ക് വേണ്ട ഖിദ്മത്തുകളൊക്കെ ചെയ്യും. ഈ ആ ഗ്രൂപ്പിൽ വന്ന വേറൊരാൾ കുറേ നാളിങ്ങനെ ഇയാൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താ, ഇയാൾക്ക് ആരോഗ്യമില്ലാത്ത സ്ഥിതിയിലാണുള്ളത്. ഇയാളുടെ വീൽ ചെയറെല്ലാം തള്ളി ഇങ്ങനെ നടക്കും ഈ മനുഷ്യൻ. ഹജ്ജിൻ്റെ സമയം, ഹജ്ജിന് കുറേ ദിവസം മുമ്പല്ലേ ഇവിടുന്ന് പോകണം. ഹജ്ജിനൊരു 10-15 ദിവസം മുമ്പൊക്കെ പോവും. ഹജ്ജിൻ്റെ സമയം ദുൽഹജ്ജ് 8, 9, 10, 11 ആ സമയത്ത് ഹജ്ജിൻ്റെ ഇഹ്റാമിൽ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ വിളിച്ച കുറച്ച് ചീത്തയുണ്ടാവും. ആ വയസ്സായ ആളെ സഹിക്കല കേട്ടാൽ. കാരണം എന്താണ്, ഒരു ഖിദ്മത്ത് ചെയ്തു കൊടുത്തു പോയപ്പോൾ ആ മനുഷ്യൻ്റെ അവകാശമായത് മാറി. പിന്നെ കൽപ്പിക്കാൻ തുടങ്ങി, അത് അങ്ങോട്ടെടുക്ക്, ഇതിങ്ങോട്ടെടുക്ക്, അത് മറ്റെന്ത്, നീ എന്താ നോക്കിയിരിക്കുന്നത്? ഇങ്ങനെ ആയാലും എന്താ ചെയ്യുക? വയസ്സായ മനുഷ്യൻ അയാളുടെ അവസ്ഥകൾ മനസ്സിലാക്കി നമുക്കൊരു ഉപകാരം ചെയ്യുന്ന ആളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മാന്യമായി തിരിച്ചു പെരുമാറണ്ടേ? അയാൾ അദ്ദേഹത്തിൻ്റെതായ സ്വഭാവത്തിൽ പെരുമാറാൻ തുടങ്ങി. ഇവർ രണ്ടാളും ഇഹ്റാമിൽ നിൽക്കുമ്പോൾ അവസാനം എല്ലാം കൂടെ പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി. സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രായമായി മറ്റൊരാളെ ആശ്രയിച്ച് ആരെങ്കിലും നമ്മളുടെ വീട്ടിലിറന്ന് തള്ളാനുണ്ടോ എന്ന് പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്ന ഒരു സമയമാകുന്നതിന് മുമ്പ് അന്തസ്സായിട്ട് 2 കാലിൽ പോയി ഹജ്ജ് ചെയ്ത് നമുക്ക് വന്നൂടെ? എന്തിനാണ് നമ്മളതിനെ താമസിപ്പിക്കുന്നത്? ഇത് ബാധ്യത അല്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ബാധ്യതയാണ്. സാമ്പത്തിക ശേഷിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ഹജ്ജ് പോയേ പറ്റൂ. സക്കാത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇത് പറയുമ്പോൾ തന്നെ പൊതുവെ ഇഷ്ടമല്ല അല്ലേ? സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഇത് പറയുന്നത്, എല്ലായിടത്തും കേൾക്കുന്നതല്ലെന്ന് അല്ല. എന്നാലും നമ്മളൊന്ന് ആലോചിക്കണ്ടേ? ഇസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹീകും. നമ്മൾക്ക് ജീവൻ തരാൻ വേണ്ടിയാണ് അല്ലാഹു തആല പറയുന്നത് നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നത്. നമ്മുടെ പരലോക ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. സക്കാത്ത് ബാധ്യതയാണ്, നിർവഹിച്ചേ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യരിൽ കുറച്ച് ആൾക്കാരെ ദരിദ്രരാക്കിയിട്ടും കുറച്ച് ആൾക്കാരെ സമ്പന്നരായിട്ടും കുറച്ച് മനുഷ്യരെ അതിസമ്പന്നരായിട്ടും എല്ലാം ആക്കിയത് അല്ലാഹുവാണ്. പക്ഷെ ഇതൊക്കെ അള്ളാഹിൻ്റെ ഭാഗത്തുള്ള പരീക്ഷണമാണ്. പൈസ ഉള്ള ആൾക്കും പരീക്ഷണമാണ്, ഇല്ലാത്ത ആൾക്കും പരീക്ഷണമാണ്. പൈസ ഇല്ലാത്ത ആൾ എങ്ങനെയാണ് അതിനെ സഹിക്കുന്നത്, ക്ഷമിക്കുന്നത് എന്ന് നോക്കുകയാണ്. പൈസ ഉള്ള ആൾക്കാരെ അള്ളാഹു പരീക്ഷിക്കുന്നത് എങ്ങനെ അതിൻ്റെ നന്ദി നിർവഹിക്കുന്നുണ്ട് എന്നാണ്. നിർബന്ധമാക്കിയ കടമകൾ എങ്ങനെ വീട്ടുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അൽ മാലു ഹുൽവത്തുൻ ഖദ്റത്തുൻ ഇന്നല്ലാഹ മുസ്തഖ്ലിഫുക്കും ഫീഹാ ഫനാദിറുൻ കൈഫ തഅമലൂൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മാലു ഹുൽവത്തുൻ, മാല്, ഈ സമ്പത്ത് എന്ന് പറയുന്നത്, ധനം വലിയ മധുരമാണത്, വലിയ മധുരമാണ്. ഖദ്റത്തുൻ, കാണാൻ നല്ല ഭംഗിയുമാണ്. ഇന്നല്ലാഹ മുസ്തഖ്ലിഫുക്കും ഫിഹാ, നിങ്ങളുടെ കയ്യിൽ കുറച്ച് തന്നിട്ട് അള്ളാഹു നിങ്ങളെ ഈ ലോകത്തേക്ക് വിട്ടിരിക്കുകയാണ്. ഫനാദിറുൻ കൈഫ തഅമലൂൻ, അത് നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അല്ലാഹു തആല നിരീക്ഷിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ആ നിരീക്ഷണത്തിൻ്റെ കീഴിലാണ് നിങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. തന്ന റബ്ബ് എപ്പോഴാണ് എടുക്കുക എന്നും പറയാൻ പറ്റില്ല. തന്ന റബ്ബ് എപ്പോഴാണ് എടുക്കുക എന്ന് പറയാൻ പറ്റില്ല. വലിയ വീടുണ്ടാക്കിയിട്ട് ഒരു മനുഷ്യനൊരു ഒരു അനുഭവം പറഞ്ഞ് പലപ്പോഴും ചിന്തിച്ചു പോകുന്നൊരു കാര്യമാണ്. ഒരു മോനേ ഉള്ളൂ, വലിയൊരു വീടുണ്ടാക്കി.
അപ്പോൾ എന്നോട് ഈ പറഞ്ഞ സുഹൃത്ത് ഇവരോട് ചോദിച്ചു, എന്തിനാണ് ഒരു മോനല്ലേ ഉള്ളൂ, ഇത്ര വലിയ വീട് എന്തിനാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഉള്ള പൈസ എല്ലാം എവിടെയെങ്കിലും കൊണ്ട് വെക്കണ്ടേ, എവിടെയെങ്കിലും ഇതിനൊരു ചിലവ് വേണ്ടേ? കാരണം വരുമാനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അത് എവിടെയെങ്കിലും കൊണ്ട് ചിലവാക്കണ്ടേ? ചിലവാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കിടക്കട്ടെ വലിയൊരു വീട് എന്നാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ആ വീടുണ്ടാക്കിയ ആളുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞൊരനുഭവമാണ്. ഇദ്ദേഹം പറയണം, ആകെ ഉണ്ടായിരുന്ന ആ മകൻ്റെ വിവാഹ സമയത്ത് ആ വീടിനൊന്ന് പെയിൻ്റ് അടിക്കാൻ പോലും ഈ മനുഷ്യൻ്റെ പൈസയില്ല. എന്താണ് മനുഷ്യൻ്റെ ചക്രമാണിത്. ഇന്ന് കയ്യിലുണ്ടാവും, നാളെ ഉണ്ടാവില്ല. അഹങ്കാരത്തിൻ്റെ വർത്തമാനം പറഞ്ഞാൽ ഏത് വഴിയിലാണ് പണി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ആ ഏകമകൻ അവൻ്റെ ഒരു നിക്കാഹിൻ്റെ വിവാഹത്തിൻ്റെ സമയത്ത് അതിനൊന്ന് നല്ല ഭംഗിയാക്കി ഒരു പെയിൻറ് കൊടുക്കാൻ പോലും കഴിയാതെ ആ മോൻ താമസിക്കുന്ന റൂം മാത്രം പെയിൻ്റ് അടിച്ച് ആ മനുഷ്യൻ കല്യാണം നടത്തിയെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. ഒരു സമയത്ത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കാണുന്ന ഒരു വലിയ സമ്പന്നനുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ കാണുന്ന ഒരു വലിയ സമ്പന്നൻ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സ്ത്രീ അതിൻ്റെ ഒരു റൂം ഷട്ടറാക്കിയിട്ട് അവിടെ നിന്ന് തുണി അയൺ ചെയ്തിരുന്നു. അത്ഭുതത്തോടുകൂടി ഇതെന്താണ് സംഭവം, അത്ഭുതത്തോടുകൂടി നോക്കി നിന്ന് പോയി. ഇതെന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണ് അന്വേഷിക്കുന്നത്, എന്താണ് കഥ. ഇയാൾ വലിയ സമ്പന്നനാണ്. അയാളുടെ വീടിൻ്റെ റൂമുകളിൽ ഓരോന്ന് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അവിടെ ഇന്ന് ഏതോ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ, തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ മോശമായിട്ട് ഞാൻ പറയല്ല, അങ്ങനെയുള്ള ആൾക്കാർ അത് റെൻറ്റിനെടുത്തിട്ട് അവരുടെ ജീവിത മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ച് നോക്കുമ്പോൾ അയാൾ ആകെ എല്ലാം തകർന്ന് നാട് വിട്ടുപോയി. അയാളിപ്പോൾ ആ നാട്ടിൽ തന്നെ ഇല്ല. അയാൾക്ക് ആ നാട്ടിൽ ഇനി നിൽക്കാൻ കഴിയില്ല. കാരണം ആ നാട്ടിൽ അയാൾ അങ്ങനെ ജീവിച്ച ആളാണ്. അയാൾക്ക് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി ജീവിക്കണമെങ്കിൽ വേറെ ഏതൊരു നാട്ടിൽ പോകണം. ഇത് ഞാനൊരു ഉദാഹരണം പറയുന്നത്, ഒന്നോ രണ്ടോ ഉദാഹരണം പറയുന്നത്, ഇതൊക്കെ നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ചയിൽ ദിനേന കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പൈസ എപ്പോഴാണ് മാറി മറിയുന്നതെന്നും നമുക്കറിയില്ല. സഹോദര, എന്നെങ്കിലും ഇതില്ലാതായി കഴിഞ്ഞാൽ സക്കാത്തിൻ്റെ ബാധ്യതകൾ കുന്നുപോലെ കൂടിക്കിടക്കും. ഹജ്ജിൻ്റെ ബാധ്യത അതുകൂടാതെ വേറെ ഈ കുന്നുകൂടി കിടക്കും. ആരാണ് തീർക്കാൻ പോകുന്നത്? മക്കൾ നമ്മളുടെ അനന്തര സ്വത്തെടുത്തിട്ട് പോയി ഹജ്ജ് ചെയ്ത് ഉപ്പാടെ ബാധ്യത തീർക്കുമെന്ന് നമ്മൾ വിചാരിക്കണോ? വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? കാരണം നമ്മൾ ജീവിച്ച കാലത്ത് നമ്മളത് ചെയ്തിട്ടില്ല, നമ്മളതിൻ്റെ ഗൗരവത്തിലെടുത്തിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനെ ഗൗരവത്തിലെടുത്താലല്ലേ എൻ്റെ മക്കൾ അതിനെ ഗൗരവത്തിലെടുക്കുള്ളൂ. നമ്മൾ മരണപ്പെട്ടു പോകുന്നു, അനന്തര സ്വത്തുകൾ കുറേയുണ്ട്, അതൊക്കെ മക്കൾ വീതം വെച്ചെടുക്കും. എന്നാൽ അതിൻ്റെ ഒരു വിഹിതം മാറ്റിവെക്കുക, ഉപ്പാടെ ഹജ്ജ് എന്ന് പറയുന്ന ഫർള് ആദ്യം നിർവഹിക്കുക. ഇങ്ങനെ ഒന്ന് ചിന്തിക്കെങ്കിലും വേണ്ടേ മക്കൾ? കാരണം ഉപ്പ ജീവിച്ച കാലത്തെ ചിന്തിച്ചിട്ടില്ല, പിന്നെ എവിടെ നിന്ന് മക്കൾ ചിന്തിക്കുന്ന വിചാരിക്കുന്നത്? വലിയ സമ്പത്തുകൾ ഉണ്ടാകും, അവസാനം അതിൻ്റെ ബാധ്യത പോലും നിർവഹിക്കാതെ ഈ ലോകത്ത് നിന്ന് പോകേണ്ടതായിട്ട് വരും. ഇതെല്ലാം നമുക്ക് വലിയ അപകടമായി മാറുകയും ചെയ്യും. ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരുപാട് ബാധ്യതകൾ സഹോദരങ്ങളെ നമ്മളുടെയൊക്കെ ചുമലിലുണ്ട്. ദീനിയായ ബാധ്യതകൾ നമ്മുടെ ചുമലിലുണ്ട്. അത് കൂടാതെ നമ്മളായിട്ട് ചെയ്തു കൂട്ടുന്ന കുറേയേറെ പ്രശ്നങ്ങളുമുണ്ട്. ഈ 27ൻ്റെ രാവ് നമ്മളൊരു തീരുമാനം എടുക്കണം. ഞാൻ അതിനുവേണ്ടിയാണ് ഇത് പറയുന്നത്. ഇസ്തജീബു ലില്ലാഹി വലിർറസൂൽ. അല്ലാഹ് നമ്മളെ വിളിക്കുന്നത് നമ്മളുടെ പരലോക ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. പരലോക ജീവിതത്തിന് ഉപകാരമുള്ള കാര്യത്തിലേക്കാണ് അല്ലാഹ് വിളിക്കുന്നത്. റസൂൽ വിളിക്കുന്നത് അതിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ പരലോകത്തിനുള്ളതാണ്. ഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ. പരലോകമാണ് ഹയവാൻ, ജീവനുള്ളത് എന്ന് അല്ലാഹുവും റസൂലും പറഞ്ഞെന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാകേണ്ടത്. ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ചിന്തിക്കാൻ വിചാരിച്ചാൽ നമ്മുടെയൊക്കെ മക്കളുടെ അവസ്ഥ എന്താണ്? എത്ര വലിയ നിഅമത്തായിട്ടാണ് അല്ലാഹു തആല മക്കളെ തന്നിരിക്കുന്നത്. ആ മക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ
അവൻ്റെ പരലോകത്ത് ഉപകാരപ്പെടുന്നതിൽ ഒന്ന് അവൻ്റെ മക്കളാണ്. നമ്മുടെയൊക്കെ മക്കൾ വലതുൻ സാലിഹുൻ യദ്ഉ ലഹു. ഈ ലോക ജീവിതം അവസാനിക്കുന്നതോടുകൂടി നമ്മുടെയൊക്കെ നന്മകൾ അവസാനിക്കുകയാണ്. പിന്നെയും നമ്മിലേക്ക് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന നന്മ എന്ന് പറയുന്നത് നമ്മളുടെ മക്കളുടെ ദുആയാണ്. ഈ മക്കൾ എപ്പോഴാണ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്? നമ്മളൊന്ന് ദുആ ചെയ്യുന്നത്, നമ്മുടെ ഉപ്പാക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നത് കണ്ടാലല്ലേ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ദുആരക്കുള്ളൂ. നമ്മൾ എന്നെങ്കിലും കൈയൊന്ന് ഉയർത്തി പള്ളിയിൽ മസ്ജിദിൽ ഇരിക്കുന്നത് നമ്മുടെ മക്കൾ കണ്ടാലല്ലേ സഹോദര നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മക്കളൊന്ന് കൈ ഉയർത്തുള്ളൂ. സമയം കിട്ടുന്നുണ്ടോ നമുക്ക്? ഞാനിത് വിമർശിക്കല്ല, നേരത്തെ പറഞ്ഞല്ലോ, വിമർശിക്കല്ല. ചില ആലോചനകൾ, ഗൗരവമായ ചില ആലോചനകൾ മുമ്പോട്ട് വയ്ക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഓരോ മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശുദ്ധമായ അവസ്ഥയിലാണ് ഈ ലോകത്തേക്ക് പടച്ചുവിടുന്നത്. നമ്മുടെയൊക്കെ മക്കൾ നമ്മൾ കൊടുക്കുന്നത് സ്വീകരിക്കാനുള്ള മനസ്സിലാണ് അല്ലാഹു ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. നമ്മൾ നല്ലത് കൊടുത്തുകൊണ്ടേയിരുന്നാൽ ആ നല്ലത് സ്വീകരിക്കാൻ അവർ തയ്യാറാണ്. കൊടുക്കേണ്ട സമയത്ത് കൊടുത്താൽ ആ സമയത്തിന് വളരെ ഗൗരവമുണ്ട്. ആ ബാല്യ കാലഘട്ടത്തിൽ നമ്മൾ എന്താണോ അവർക്ക് കൊടുത്തത് അതവരുടെ ജീവിതത്തിലുണ്ടാവും. ആ മക്കളെ അവരുടെ ആ പ്രായത്തിൻ്റെ ഒരു സന്ദർഭത്തെ അവർക്ക് ജീവിതത്തിൻ്റെ നല്ല മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. മക്കളെ കൊണ്ട് ഒരുപാട് മനസ്സ് വേദനിച്ച് കഴിയുന്ന മാതാപിതാക്കളുണ്ടെന്ന്, ഒരുപാട് മനസ്സ് വേദനിക്കുന്നവർ. മക്കൾ ഏതൊക്കെ കേസുകളിൽ അകപ്പെട്ട്, മയക്കുമരുന്നിൻ്റെ കേസുകളിൽ അകപ്പെട്ട് ഇതിലൊക്കെ അകത്ത് കിടക്കുന്ന മാതാപിതാക്കൾ ഹൃദയം നീറി കഴിയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം? കാരണങ്ങൾ പലതും ഉണ്ടാകാം. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കൊരു ഉത്തരം പറയാൻ പറ്റും. ആ മക്കളുടെ ആ ചെറിയ പ്രായത്തിന്, ആ പ്രായത്തിൽ നല്ല നല്ല ജീവിത മര്യാദകൾ നമ്മൾ പകർന്നു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ശരിയായ ദീനിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അള്ളാഹിൻ്റെ അടുക്കൽ നമുക്കൊരു കാരണം പറയാനുണ്ട്. നമ്മളിതിനെല്ലാം അവഗണിച്ചു. അവരെങ്ങനെയും ആകട്ടെ, അവരുടെ ശരീരം വളരുന്നതിനെക്കുറിച്ച് മാത്രമേ നമുക്ക് ആലോചനയുള്ളൂ. അധ്വാനിച്ച് കാശുണ്ടാക്കും, അവരുടെ ശരീരം വളരാൻ ആവശ്യമായ നല്ല പോഷകങ്ങൾ കൊണ്ടു കൊടുക്കും. ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് ആവശ്യമായ വിനോദങ്ങൾക്കുള്ള സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും. അവർക്ക് ആവശ്യമായ വസ്ത്രത്തിൻ്റെ കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും. സഹോദര, ഉത്തരവാദിത്വം തീർന്നിട്ടേയില്ല. ഒരു സംശയം വേണ്ട, നമ്മുടെ ഉത്തരവാദിത്വം തീർന്നിട്ടില്ല. നമ്മുടെ ഉത്തരവാദിത്വം തീരണമെങ്കിൽ ഈ മക്കൾക്ക് ദീനിയായ നല്ല മര്യാദകൾ, നല്ല ശീലങ്ങൾ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതല്ലാതെ ഒരു പിതാവെന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം തീരുകയേയില്ല. കുടുംബം എന്ന് പറയുന്നത് ഇസ്ലാമികമായൊരു സങ്കല്പമൊന്നുമല്ല. ആണോ? ഇസ്ലാമിക സങ്കല്പമാണോ കുടുംബം? മുസ്ലിങ്ങൾ മാത്രമേ കുടുംബജീവിതം നയിക്കുന്നുള്ളൂ. അല്ല, ഇപ്പം പല ആൾക്കാരും പലതും പറയുന്നുണ്ട്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ, സ്ത്രീകളെ എന്താണ് ചൂഷണം ചെയ്യാൻ, അല്ലേ, ചൂഷണം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ട്. ഞാൻ ആ പുതിയ കണ്ടുപിടുത്തം കുറിച്ചല്ല ചോദിക്കുന്നത്. മനുഷ്യൻ ഉണ്ടായ കാലം മുതലേ ഉണ്ട് കുടുംബജീവിതം എന്ന് പറയുന്നത്. മനുഷ്യ ചരിത്രം തുടങ്ങുന്നിടത്ത് മനുഷ്യൻ്റെ കുടുംബജീവിതത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നുണ്ട്. എന്നാണോ അത് ആരംഭിക്കുന്നത്? എന്നാ ആരംഭിക്കുന്നത് എനിക്ക് അറിയില്ല. അന്ന് മുതൽ മനുഷ്യൻ കുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. എന്താണ് ഈ കുടുംബജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നല്ല മക്കൾ വളരാൻ വേണ്ടിയിട്ടാണ്. മുതിർന്നവരെ, മാതാപിതാക്കളെ, അവരുടെ ഉമ്മമാരെ കണ്ട് നല്ല സ്വഭാവത്തിൽ മക്കൾ വളർന്നു വരാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന ഓരോ മക്കളും നാളെ ഭാവിയിൽ ഈ നാടിനെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ നിയന്ത്രിക്കേണ്ടവരാണ്. നമ്മൾ വീട്ടിൽ നിന്നും കൊടുക്കുന്ന നല്ല പാഠങ്ങളിലൂടെയാണ് നല്ല സമൂഹം വളർന്നു വരുന്നത്. സമയം കിട്ടുന്നുണ്ടോ സഹോദരങ്ങളെ? നമുക്ക് ആലോചിച്ച് നോക്കി. മക്കളുടെ കാര്യത്തിൽ അവർക്ക് നല്ല ദീനിൻ്റെ ചിട്ടകൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ വലിയ നഷ്ടമാണ് കേട്ടോ. വലിയ ഗൗരവമായ തെറ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പല വശങ്ങളിലേക്ക് നമ്മൾ പോയാൽ നമ്മുടെ വസ്ത്രധാരണത്തിൻ്റെ അവസ്ഥ, സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൻ്റെ അവസ്ഥ, കുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ മുസ്ലിമീങ്ങളായ ആണുങ്ങളോട് പറയണം,
ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ പറയണം. തെറ്റായ കാഴ്ചകൾ കാണരുത് എന്ന് ആണുങ്ങളോട് പറയണം. വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ രഹസ്യ അവയവങ്ങളെ സൂക്ഷിക്കാനും പറയണം. തെറ്റായ മാർഗങ്ങളിലേക്ക് അവരുടെ ലൈംഗിക അവയവങ്ങളെ ഉപയോഗിക്കരുതെന്നും പറയണം. ഇതിൽ രണ്ടും വലിയ അപകടം പിടിച്ച സാധനങ്ങളാണ്. കുല്ലുൽ ഹവാദിസി മബ്ദാഹാ മിനൻ നദരി വമുഅ്ളമുൻ നാരി മിൻ മുസ്തസ്ഗരി ശറരി എന്ന് ഒരു അറബി കവിതയുണ്ട്. കുല്ലുൽ ഹവാദിസി, എല്ലാ വലിയ പ്രശ്നങ്ങളും മബ്ദാഹ മിനൻ നദരി, ഒരു നോട്ടത്തിൽ നിന്നാണ് തുടങ്ങുന്നത്, അല്ലേ? ശരിയല്ലേ? പ്രമാദമായ കേസുകളുടെ എല്ലാം തുടക്കം എടുത്തു നോക്കിയാൽ ഒരു നോട്ടമാ, ഒരു നേരത്തെ ഒരു കാഴ്ചയാണ്. ആ കാഴ്ചയിൽ നിന്നാണ് പിന്നെ പലത് അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ലൈംഗികമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്. വ്യഭിചാരത്തിൻ്റെ ഒരു സാധ്യതയുടെ അടുത്തുപോലും നിങ്ങൾ പോകരുതെന്നാ. കാരണം ഇത് അങ്ങനത്തെ ഒരു വലിയ അപകടമാണ്. അതിൻ്റെ ഏതെങ്കിലും ഒരു സാധ്യത ഉണ്ടായാൽ ആ അപകടത്തിലേക്ക് മനുഷ്യൻ സ്വാഭാവികമായും ചെന്ന് പെട്ടുപോകും. അതുകൊണ്ട് ഖുർആന്റെ പ്രയോഗം വളരെ ഗൗരവത്തിലാണ്, വളരെ കൃത്യതയുള്ളതാണ്. വലാ തഖറബുസ്സിന, വ്യഭിചാരത്തിൻ്റെ എന്തെങ്കിലും ഒരു സാധ്യത, ആ സാധ്യതയുടെ അടുത്തുപോലും നിങ്ങൾ പോകരുത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഈ കാഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ കണ്ണുകൾ താഴ്ത്തി നടക്കൂ. ഖുല്ലിൽ മുഅ്മിനീൻ, നബിയെ മുഅ്മിനീങ്ങളോട് പറയണം, യഗ്ളൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ താഴ്ത്തി നടക്കാൻ പറയണം, കണ്ണുകൾ അടച്ചു പിടിക്കാൻ പറയണം. വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ലൈംഗിക അവയവങ്ങളെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും പറയണം. എന്നിട്ട് അല്ലാഹു തആല അടുത്ത ആയത്തിൽ പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനാതി, മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോട് പറയണം, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുൻ. ഇതേ കാര്യങ്ങൾ തന്നെ പെണ്ണുങ്ങളോട് പറഞ്ഞു, വളരെ ഗൗരവത്തിൽ അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീ പുരുഷ സങ്കലനത്തിൻ്റെ സാധ്യതകളെ വളരെ കർശനമായ ഭാഷയിൽ വിലക്കി. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നുമല്ല അതിൻ്റെ ഇസ്ലാമിക നിയമം നിൽക്കുന്നത്. നാടങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിക നിയമങ്ങളൊന്നും മാറില്ല. ഇസ്ലാമിക നിയമങ്ങൾ മനുഷ്യനെ ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് എത്തിക്കുന്ന സാധ്യതയെ പൂർണ്ണമായും അടച്ചു കളയുന്നതാണ് ഇസ്ലാമിക നിയമങ്ങൾ. നമുക്കറിയാലോ, ഒരു സുരക്ഷാ നിയമങ്ങൾ എങ്ങനെയാണ്? അപകടം ഉണ്ടാകുന്നതിൻ്റെ തൊട്ടു മുമ്പ് പാലിക്കാനുള്ളതാണോ, അതോ അപകടത്തിൻ്റെ വിദൂര സാധ്യതയിൽ പോലും പാലിക്കാനുള്ളതാണോ സുരക്ഷാ നിയമങ്ങൾ? ഇപ്പോൾ ഒരു മനുഷ്യന് പുറത്തേക്ക് ഇറങ്ങുകയാണ്, ഒരു ബൈക്കുമായിട്ട് പുറത്ത് പോകുന്ന ആൾ ഹെൽമെറ്റ് ധരിച്ചേ പറ്റൂ. ഇയാൾ പോകുന്ന ബൈക്ക് ആക്സിഡൻ്റ് ആകാനുള്ള സാധ്യത നമ്മളൊരു 1% എടുത്തോളൂ. ഒരു 100 പേര് വാഹനവുമായിട്ട് പോകുന്നതിൽ ഒരാൾ ആക്സിഡൻ്റ് ആകുന്നുണ്ടോ? ഉണ്ടോ? 100 ബൈക്കിൽ ഒരെണ്ണമെങ്കിലും ആക്സിഡൻ്റ് ആകുന്നുണ്ടോ? എന്നാൽ എടുത്തോളൂ, ഇയാൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത 1% മാത്രമാണ്. 99% സാധ്യത ഇയാൾ സുരക്ഷിതനായി വീട്ടിലെത്താനാണ്. പക്ഷേ ഹെൽമെറ്റ് അയാൾ ഇട്ടേ പറ്റുള്ളൂ. ഇനി ആക്സിഡൻ്റ് ഉണ്ടായെന്ന് വിചാരിക്കട്ടെ, 100-ൽ 1% സാധ്യതയാണ് അയാളുടെ തല ചെന്ന് തറയിലിടിക്കാൻ, അല്ലേ? അല്ലെ ചിലപ്പം കയ്യോ കാലോ ഒക്കെ ആയിരിക്കും ഓടിക്കുന്നതോ പൊട്ടുന്നതോ ഒക്കെ. അപ്പോൾ 1000-ൽ 1 സാധ്യത മാത്രമേ ഉള്ളൂ ഇയാൾ ആക്സിഡൻറ്റിൽ പെടാനും, ആക്സിഡൻറ്റിൽ പെടുമ്പോൾ ഇയാളുടെ തല തറയിലിടിക്കാനുമുള്ള സാധ്യത. പക്ഷേ ഹെൽമെറ്റ് ഇടാതെ പുറത്തു പോകാൻ പറ്റുമോ? പിന്നെ പോലീസുകാരനോട് പറയാണ്, ഇത് 1000-ൽ 1 സാധ്യതയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഹെൽമെറ്റ് വേണ്ടാന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞ പോലെ സ്ത്രീ പുരുഷ സങ്കലനത്തിലൂടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ 1000-ൽ 1 സാധ്യതയുള്ളൂ. എന്തിനാണ് ഇല്ലാത്ത പ്രശ്നങ്ങളെ പുകച്ച് വലിയ കാര്യങ്ങളാക്കി എടുക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് പറയുകയാണ്, സുരക്ഷാ നിയമങ്ങൾ അങ്ങനെയാണ്. സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം നോക്കിക്കോളൂ. നമ്മൾ സുരക്ഷയ്ക്ക് വരുന്ന ഇവിടെയൊക്കെ ഫയറിൻ്റെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വേറൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോലും പറ്റില്ല. ഇത് പ്രവർത്തിക്കുമെന്ന് നോക്കാൻ പറ്റുമോ? പ്രവർത്തിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ്, പിന്നെ പുതിയത് വെക്കണം. ഇപ്പോൾ എയർ ബാഗ് വെക്കുന്നുണ്ട് വണ്ടിയിൽ. എയർ ബാഗ് വെച്ച വണ്ടി സുരക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ എയർ ബാഗ് വെക്കുന്നത്. എന്നാൽ ഇത് പ്രവർത്തിക്കുന്നു നോക്കണ്ടേ? സാധനം പൈസ എടുത്ത് വാങ്ങിയതല്ലേ? അങ്ങനെ മൂപ്പരൊന്ന് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്ത് ചെയ്യണം?
ഇനി ആ സാധനം ഉപയോഗിക്കാൻ പറ്റുമോ? വേറൊരെണ്ണം വെക്കണം. അപ്പം ഈ സുരക്ഷാ സംവിധാനം പ്രവർത്തിക്കുമോ എന്ന് പോലും ഉറപ്പില്ല. ആ പ്രവർത്തിക്കൊന്ന് ഉറപ്പില്ലാത്തൊരു സാധനം ഉണ്ടായേ പറ്റുമെന്നാണ് നിയമം. കാരണം എന്താണ്? അത് സുരക്ഷയ്ക്കുള്ളതാണ്. അപകടത്തിന് സാധ്യത എത്രയാണ്? അപകടത്തിന് സാധ്യത 100-1 അല്ലെ 1000-1 അല്ലെ 10,000-1. മനുഷ്യൻ അവൻ്റെ ലൗകികമായ ഇടപാടുകളിൽ നടത്തുന്ന സുരക്ഷാ സംവിധാനങ്ങളുടെ നിയമം അങ്ങനെ തന്നെയാണ് കർശനമായി നടപ്പിലാക്കിയേ പറ്റുള്ളൂ. സീറ്റ് ബെൽറ്റ് ഇട്ട് പോകുന്ന ഒരാൾ, എത്ര നാളായല്ലേ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ട് ഓടിക്കാൻ തുടങ്ങിയിട്ട്? ഇതുവരെ ഒന്നും കുഴപ്പമില്ല, ഇനി ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇനി ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ ഒരു വഴിയിൽ നിന്ന് ഒരാൾ കൈ കാണിച്ചു, എന്താണ് സീറ്റ് ബെൽറ്റ് ഇടാത്തത്? സാറേ, ഞാൻ വണ്ടി ഓടിക്കാൻ 50 കൊല്ലമായി, ഇതുവരെ ഞാനൊരു അപകടത്തിൽപ്പെട്ടിട്ടില്ല. എന്തിനാണ് നിങ്ങളിങ്ങനെ മനുഷ്യനെ ഇട്ട് ഇടങ്ങേറാക്കുന്നത്? മനുഷ്യൻ സുരക്ഷിതമായി വണ്ടി ഓടിച്ച് വീട്ടിലെത്തല്ലേ? എന്തിനാണ് ഇങ്ങനെ റോഡ് സൈഡിൽ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ഇങ്ങനെ ഇടങ്ങേറാക്കേണ്ട കാര്യം എന്താ ഉള്ളത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൽ എത്ര അർത്ഥമുണ്ടോ അത് തന്നെയേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ആണും പെണ്ണും തമ്മിൽ സംസാരിച്ചതിൻ്റെ പേരിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പവും ഇതുവരെ ഉണ്ടായില്ലല്ലോ. ഒരു കുഴപ്പം ഉണ്ടായില്ലെങ്കിലും അത് സൂക്ഷിക്കണമെന്ന് അള്ളാന്റെ കൽപ്പനയാ. വലാ തഖ്ളഅന ബിൽ ഖൗൽ. സ്ത്രീകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ അന്യപുരുഷന്മാരുമായി സംസാരിക്കുമ്പോൾ മയത്തില് കുഴഞ്ഞ് അങ്ങനെ സംസാരിക്കരുത്. നിങ്ങൾ അന്യപുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ ഗൗരവത്തിൽ സംസാരിക്കണം. പക്ഷേ വഖുൽന ഖൗലൻ മഅറൂഫ, അനാവശ്യം പറയരുത്, മാന്യമായി സംസാരിക്കണം. പക്ഷേ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മർദുൻ, മനസ്സിൽ രോഗമുള്ള ആൾക്കാരുടെ രോഗം ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ പെണ്ണുങ്ങളെ നിങ്ങൾ സംസാരിക്കരുത് പറഞ്ഞ ഖുർആനാ. മനസ്സിൽ രോഗമുള്ളവരുടെ ആ രോഗം ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ പെണ്ണുങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്ന് ഖുർആൻ കർശന ഭാഷയിൽ പറഞ്ഞതാ. എവിടെയാണ് വർത്തമാനത്തിന്റെ രീതി? എങ്ങനെയാണ് നമ്മുടെ സംസാരങ്ങൾ പോകുന്നത്? യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും ലിമാ യുഹീകും. ഇത് നിങ്ങളുടെ ജീവന് വേണ്ടിയുള്ളതാണ്. അവസാനം ആരുടെയെങ്കിലുമൊക്കെ കൂടെ പോയി കഴിയുമ്പോൾ നാണക്കേടായെന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ അന്തസ്സുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ സൂക്ഷിച്ച് വർത്താനം പറയണം. ആണുങ്ങളുമായിട്ട് ഇടകലരുന്നിടത്ത്, അത് പെണ്ണുങ്ങളുമായിട്ട് ആണുങ്ങൾ ഇടകലരുന്നിടത്താണെങ്കിലും അവിടെ ഇസ്ലാമികമായ നിയമമുണ്ട്. ആ നിയമത്തെ ഒരു സാമൂഹിക സുരക്ഷാ സംവിധാനമായി നമ്മൾ കണ്ടാൽ അതിൻ്റെ അപകടങ്ങൾ, ഞങ്ങളൊക്കെ ഇങ്ങനെ കുറേ വർത്താനം പറയുന്നുണ്ട്, ഞങ്ങൾക്കിതുണ്ട്, ഇതുകൊണ്ട് ഒരു കുഴപ്പവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാ ചില വലിയ വലിയ ആൾക്കാർ പറയണത്. ഒന്നും തിരിച്ചു പറയാൻ പറ്റില്ല. കാരണം ഒന്നും തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വശക്കാരാവും. അവർ വലിയ തഖ്വയുള്ള ആൾക്കാരാണ്. ഈ അടുത്തൊരാൾ പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് കാണണമെന്ന് ഈ അടുത്തൊരാൾ നല്ലൊരു പ്രതികരണം കൊടുത്ത്. നമ്മൾ ആവശ്യത്തേക്ക് വല്ലാതെ പോകുന്നില്ല. ഈ പ്രമാദമായ കേസുകൾ മുഴുവൻ ഉണ്ടാകുന്ന എവിടെ നിന്നാണ്? ഇത്തരത്തിലുള്ള കൊഞ്ചിക്കുഴഞ്ഞുള്ള വർത്തമാനങ്ങൾ. നിങ്ങൾ ആണുങ്ങളോടത് ചെയ്യരുത് എന്ന് വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. അങ്ങനൊരു സാഹചര്യങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങൾ അയക്കരുത്, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ അയക്കരുത്, നിങ്ങളുടെ പെണ്ണുങ്ങളെ നിങ്ങൾ അയക്കരുത്. നിങ്ങൾ അവിടെ വലിയ ഗൗരവമായ സുരക്ഷാ നിയമങ്ങൾ പാലിച്ചേ പറ്റൂ. അതിനെ അങ്ങനെ എടുത്താൽ, ഒരു സുരക്ഷാ നിയമമായിട്ട് എടുത്താൽ മതി. അങ്ങനെ എടുത്താൽ അന്തസ്സോടുകൂടി ജീവിക്കാം. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ പിന്നെ വല്ലാതെ കിടന്ന് സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഇനി വസ്ത്രധാരണത്തിനെക്കുറിച്ച്, സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് എത്ര ഗൗരവത്തിലാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ വസ്ത്രം പൂർണ്ണമായും ശരീരം മറയ്ക്കുന്ന വസ്ത്രം ധരിക്കണേ, ശരീരം പൂർണ്ണമായി മറയ്ക്കുന്ന വസ്ത്രം ധരിക്കണേ എന്ന് ഖുർആനാ പറഞ്ഞത്. നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് മറഞ്ഞാൽ മതി എന്നാ. മറഞ്ഞാൽ മാത്രം പോരാ, പിന്നെന്താണ്? ശരീരത്തിൻ്റെ ആകാരം പുറത്ത് കാണാത്ത രീതിയിലുള്ള വസ്ത്രം ധരിച്ചേ പറ്റുള്ളൂ. അങ്ങനെ തന്നെ വസ്ത്രം ധരിക്കണമെന്നാ. പൊതിഞ്ഞാൽ പോരാ, ഇറച്ചി പൊതിയുന്ന പോലെ പൊതിഞ്ഞാൽ പോരാന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ എന്തായിരിക്കണം? ശരീരത്തിൻ്റെ ആകാര വടിവ് പുറത്ത് കാണാത്ത രീതിയിൽ ഉള്ള വസ്ത്രം ധരിച്ച് നിങ്ങൾ മാന്യമായി പുറത്തിറങ്ങുന്ന ഖുർആൻ പറഞ്ഞത്. ഇസ്ലാമിക പാഠം അതാണ്. നമ്മളത് അനുസരിക്കുന്നുണ്ടോ, അത് പാലിക്കുന്നുണ്ടോ? അതിൻ്റെ പേരിൽ നാളിതുവരെ ഞാൻ നടന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നുള്ള യുക്തിയിലൊന്നും ഒരർത്ഥവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുരക്ഷാ നിയമങ്ങൾ ഒരുപക്ഷേ അതിലൂടെ ഉണ്ടാകുന്ന അപകടം വിദൂര സാധ്യതയുള്ളതാണെങ്കിലും അത് പാലിക്കണമെന്നുള്ളത് രാജ്യത്തിൻ്റെ നിയമമാണ്.
ഈ പറഞ്ഞ സാധനങ്ങൾ ഇവിടെ വെച്ചില്ലെങ്കിൽ ഈ കെട്ടിടം ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല. ഒരു തീപിടുത്തം ഉണ്ടാകാവോ? ഉണ്ടാകാൻ ഒരു വിദൂരമായ സാധ്യതയുണ്ട്. ഒരു പക്ഷേ സംഭവിച്ചേക്കാം, അത്രേ ഉള്ളൂ. അന്നേരം ഈ പറഞ്ഞ സാധനമൊക്കെ പ്രവർത്തിക്കോ? റബ്ബിന് തന്നെ അറിയാം. പക്ഷെ ഇതൊക്കെ വന്ന് നോക്കി വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുറപ്പായി കഴിഞ്ഞാൽ, അത് വന്ന് നോക്കണം. വന്ന് നോക്കി അവർക്ക് ഉറപ്പായി കഴിഞ്ഞാൽ, ശരിയല്ല, അങ്ങനെ തന്നെയല്ല നിയമം. വന്ന് നോക്കണം. എന്നിട്ട് അവർക്കിത് ബോധ്യപ്പെടണം. ഈ ബിൽഡിങ്ങിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ, സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ കുറ്റമറ്റ രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമേ ഒരു കെട്ടിടത്തിന് പ്രവർത്തനാനുമതിയുള്ളൂ. എന്തുകൊണ്ടാണ്? അത് ഗൗരവമാണ് കാര്യം. അതുകൊണ്ടാണ്. അങ്ങനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ സ്ത്രീ പുരുഷ സങ്കലനത്തിൻ്റെ ചില സെക്യൂരിറ്റി നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പാലിച്ചേ പറ്റൂ. അതിൻ്റെ പേരിൽ, അത് പാലിക്കാത്തതിൻ്റെ പേരിലുള്ള അപകടങ്ങൾ ചെറുതാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ഇസ്ലാമിക നിയമത്തെ സംബന്ധിച്ച് നിർവാഹമില്ല. അത് നമ്മൾ പാലിച്ചേ പറ്റുള്ളൂ. എന്താണ് അവസ്ഥ? യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹ്, നിങ്ങൾ അള്ളാഹിൻ്റെ വിളിക്ക് ഉത്തരം നൽകൂ. വലിയ റസൂൽ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകൂ. ഇതാ ദആക്കും, അവർ നിങ്ങളെ വിളിക്കുമ്പോൾ, ലിമാ യുഹീക്കും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ അതിന് ഉത്തരം നൽകൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്. ഈ ദുആയിക്ക്, ഈ ഒരു ക്ഷണത്തിന്, അള്ളാഹുവിൻ്റെ ഈ വിളിക്ക് നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിയുമോ? ആരും മിണ്ടുന്നില്ല. ഉത്തരം ചെയ്യാൻ കഴിയുമോ? അള്ളാഹു നമ്മളെ വിളിക്കുന്നത് പലിശ വാങ്ങരുത് എന്ന് പറഞ്ഞത്, പലിശ അത് ഒരു പക്ഷേ ഇത് പറയുമ്പം തന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ചൊന്നും, ഇതൊക്കെ ഉസ്താദന്മാർ ഇതൊക്കെ വാത് പറയാൻ എളുപ്പമാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കറിയാം. അല്ലേ, ശരിയല്ലേ? ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാതെ ബിസിനസ് എന്താണ്, അതിൻ്റെ ഇടപാടുകൾ എന്തൊക്കെയാണ്, കുറേ കാശ് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന നിയമപരമായ പ്രശ്നം, ഇതൊന്നും അറിയാത്ത ആൾക്കാർക്ക് ബാങ്കിനെ സമീപിക്കരുതെന്ന് പറയാം. ഇതിനെ സംബന്ധിച്ചൊന്നും ബോധമില്ലാത്ത ആൾക്കാർക്ക് പറയാം എന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും. സഹോദരങ്ങളെ, ഈ ന്യായങ്ങൾക്കൊന്നും ഒരു ന്യായമായിട്ട് ഇസ്ലാം എടുക്കുന്നില്ല. പലിശ ഗൗരവമാണ്, അത് നിർത്തിയേ പറ്റൂ. അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള യുദ്ധമാണ് പലിശ എന്ന് വിശുദ്ധ ഖുർആന പറഞ്ഞു. ഒരുപക്ഷെ താൽക്കാലികമായ വളർച്ച ഉണ്ടാകുന്നുണ്ടാവും, പക്ഷെ അവസാനം അതെല്ലാം തകർച്ചയിലേക്കാണ്. നേരത്തെ പറഞ്ഞില്ലേ, കുല്ലു ലഹ്മിൻ നബത മിന സുഹ്തി ഫന്നാറു ഔലാ ബിഹി. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിൻ്റെ സൗന്ദര്യം പലിശയുടെ നിയമത്തിൽ നമ്മളൊന്ന് നോക്കി എത്ര സുന്ദരമാണ് ഇസ്ലാം. ഇസ്ലാമിനെ എങ്ങനെ പരിഹസിക്കാൻ ആൾക്കാർ ഇങ്ങനെ കച്ചകെട്ടിയിരിക്കുക, എവിടെയുണ്ട് പരിഹസിക്കാനെന്ന്. പക്ഷേ ഇസ്ലാമിനെ പരിഹസിക്കുന്ന ഒരൊറ്റ മനുഷ്യനും പലിശ, സക്കാത്ത് പോലുള്ള ഇസ്ലാമിക നിയമങ്ങളെ ചർച്ച ചെയ്യുകയില്ല, ഒരിക്കലും ചർച്ച ചെയ്യില്ല. അവർക്ക് വേണ്ടത് വേറെ ചില സാധനങ്ങളാണ്. ഇസ്ലാം പറഞ്ഞ പലിശയുടെ നിയമം എത്ര സുന്ദരമാണ്. ഒരു കാരണവശാലും ഒരാളുടെ സാമ്പത്തിക പ്രയാസത്തിൽ സഹായിക്കുമ്പോൾ ഒരു പൈസ പോലും തിരിച്ച് അധികം വാങ്ങാൻ പാടില്ല. എത്ര സുന്ദരമാണ് അള്ളാഹുവിൻ്റെ നിയമം, എത്ര സുന്ദരമാണ്. ഒരാളുടെ ഒരാൾ ഇപ്പോൾ കടം വാങ്ങുന്നതൊക്കെ വേറെ കാരണങ്ങളാണ് കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുസ്ലിയാർക്ക് മനസ്സിലാകാത്ത കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറയുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. ഇപ്പോൾ കടം വാങ്ങുന്ന കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാത്ത കുറേ കാരണങ്ങളുണ്ടായിരുന്നു പറയപ്പെടുന്നു. എന്തൊരുപാട് സാധാരണ നിലയിൽ മനുഷ്യൻ കടം വാങ്ങുന്നത് ഒരു സാമ്പത്തിക പ്രയാസത്തിലാണ്. സാമ്പത്തിക പ്രയാസം പറഞ്ഞ് നിന്നോട് കടം വാങ്ങുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും അധികം വാങ്ങരുത്. ഇൻകാന ദു ഉസ്റത്തിൻ ഫനളിറത്തുൻ ഇലാ മൈസറ. അയാൾ സാമ്പത്തിക പ്രയാസമുള്ള ആളാണെങ്കിൽ അയാൾക്ക് നീ ആശ്വാസം ചെയ്തു കൊടുക്ക്, കുറച്ചുകൂടെ കാലാവധി നീട്ടിക്കൊടുക്ക്. ഇനിയും പ്രയാസമുള്ള ആളാണെങ്കിൽ നീ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്ക് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയാണ്. എത്ര സുന്ദരമായിട്ടാണ് ഒരു മനുഷ്യൻ്റെ സാമ്പത്തിക പ്രയാസത്തെ നമ്മൾ ഏറ്റെടുക്കാനും അത് സാധിക്കുന്നിടത്തോളം ആ മനുഷ്യൻ്റെ ഒപ്പം നിൽക്കാനും ഖുർആൻ പറയുന്നത്. പക്ഷേ പലിശയുടെ ഇടപാടെന്താണ്? പലിശയുടെ ഇടപാടെന്താ? വറചട്ടിയിൽ കൈയിട്ട് വാരുകയല്ലേ.
ഒരു മനുഷ്യൻ ദാരിദ്ര്യം കൊണ്ട് ഗതികെട്ട് നിൽക്കുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടെ പൈസ കടം കൊടുത്തിട്ട് ഇല്ലാത്തത് വീണ്ടും വീണ്ടും JCB വെച്ച് മാന്തി എടുക്കുന്ന പരിപാടിയല്ലേ പലിശ? എന്ത് മാന്യതയാണ് ഇതിനകത്തുള്ളത്, എന്ത് ന്യായമാണ് ഇതിനകത്തുള്ളത്? പക്ഷേ ആധുനിക സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുമ്പോഴേക്ക് ആധുനികം എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാം അതിലങ്ങോട്ട് പെട്ടുപോകും. കാരണം ഇത് ആധുനികമാണല്ലോ. എന്താ ആധുനിക സഹോദരങ്ങളെ? മനുഷ്യന്റെ പ്രയാസങ്ങളിൽ ഇടപെടാൻ കഴിയാത്ത എന്ത് ആധുനികതയാ? എന്തിനാണ് നിന്നെയൊക്കെ ആധുനികത എന്ന് വിളിക്കുന്നത്? പൗരാണികമല്ല ഏറ്റവും സുന്ദരം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞാൽ ഏറ്റവും സുന്ദരം. നിങ്ങൾ സക്കാത്ത് കൊടുക്ക്, നിങ്ങൾ സദക്ക കൊടുക്ക്, കടം ചോദിച്ചാൽ അത് കൊടുക്ക്, അയാൾക്ക് പ്രയാസമുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്ക്, അയാൾക്ക് ആശ്വാസം ചെയ്തു കൊടുക്ക്, സാവകാശം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ പൗരാണികതയുടെ സൗന്ദര്യത്തിന്റെ മുമ്പിൽ ആധുനികതയ്ക്ക് എന്ത് നിലനിൽപ്പാണുള്ളത്? പക്ഷെ ഇനിയും നമ്മൾ ആധുനികത എന്ന് കേൾക്കുമ്പോൾ, ആധുനിക സാമ്പത്തിക വ്യവസ്ഥ എന്ന് കേൾക്കുമ്പോൾ സംഗതി എല്ലാം ന്യായമായി. എന്ത് ന്യായമാണ് ഇതിനകത്തുള്ളത്? ഇസ്ലാമിൻ്റെ സൗന്ദര്യം അത് നമ്മൾ ഉൾക്കൊള്ളണം. അത് നമ്മൾ അള്ളാഹുവിൻ്റെ വിളിയാണ്. ഇദാ ദഅാകും ലിമാ യുഹീകും. ഇത് ഞാൻ ആവർത്തിച്ച് ഓതുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഒരു കൃത്യമായ ഒരു ആശയം മനസ്സിൽ വെച്ചിട്ടാണ് ഞാനിവിടെ ഇരുന്നത്. പറയാനുള്ള ഉദ്ദേശിക്കുന്ന കാര്യം ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ്. ഇസ്ലാം നമ്മളെ എന്തിലേക്കാണ് വിളിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാം നമ്മളെ വിളിക്കുന്നത് നമ്മളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഇസ്ലാം നമ്മളെ വിളിക്കുന്നത് നമ്മുടെ പരലോകത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ദുനിയാവിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. ഈ ലോകത്ത് നമുക്ക് അഭിമാനപൂർവ്വം ജീവിക്കാനുള്ള വഴി തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം വിളിക്കുന്നത്. പരലോകത്ത് ഒരാളുടെയുമായിട്ടുള്ള ഒരിടപാടും ബാക്കിയാക്കാതെ സലീം, സുന്ദരമായ സുരക്ഷയുള്ള ഒരു മനസ്സുമായിട്ട്, ആരോടും പകയില്ലാത്ത, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, കറകളഞ്ഞ മനസ്സുമായി റബ്ബിൻ്റെ അടുക്കലേക്ക് എത്താൻ ഉള്ള ഒരു വഴി എന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാകും ലിമാ യുഹീകും. നിങ്ങളെ ജീവിക്കാനുള്ള കാര്യം, നിങ്ങളെ ജീവിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് അള്ളാഹു റസൂലും വിളിക്കുമ്പോൾ അതിന് നിങ്ങൾ ഉത്തരം നൽകൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ വിളിക്ക് ഉത്തരം നൽകുമോ? ഒന്നും കൂടെ പറയാം ഉച്ചയ്ക്ക്. ഇൻഷാ അല്ലാഹ് ഹജ്ജിന് പോകാത്തവർക്കത് പോവോ? ഇൻഷാ അല്ലാഹ് സക്കാത്തിൻ്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുമോ? ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് സഹോദരങ്ങളെ, ആരുടെ കയ്യിൽ നിന്നെങ്കിലും പൈസ വാങ്ങിയിട്ട് മുങ്ങി നടക്കുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചെയ്യണേ. അവർക്ക് കൊടുക്കാനുള്ള കൊടുത്തു തീർക്കണേ. ആ ബാധ്യത ഒഴിവാക്കിയെടുക്കണേ. കുറച്ച് ജീവിത പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചാലും ആ ഇടപാടുകൾ നമ്മൾ തീർക്കണേ. അതല്ലെങ്കിൽ നമുക്ക് വലിയ അപകടമാണ് വരാനിരിക്കുന്നത്. പരലോകത്ത് പടച്ചോൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത്തരക്കാരോട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തി പറയുകയാണ്, സഹോദര ബുദ്ധിയ പറയുകയാണ്, സ്നേഹത്തോടെ പറയുകയാണ്. ഒരുപാട് പ്രാവശ്യം പലരിൽ നിന്നും വിഷമമുള്ള വർത്തമാനം കേട്ടുകൊണ്ട് പറയാണ്. പലരും കിടന്നുറങ്ങുന്നത് നമ്മളെ പ്രാഗിയിട്ടാണ്, എഴുന്നേൽക്കുന്നത് നമ്മളെ പ്രായിക്കൊണ്ടാണ്. ജീവിതത്തിൽ വീട്ടിൽ എന്തെങ്കിലും മക്കളുടെ കാര്യത്തിന് തികയാതെ വരുമ്പോൾ ആദ്യത്തെ പ്രാക്ക് കിട്ടുന്ന നമുക്കാ. നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആദ്യത്തത് വരുന്നത് നമ്മുടെ അക്കൗണ്ടിലേക്കാണ്. ഇങ്ങനെ നമുക്ക് വേണ്ടി അറിഞ്ഞും അറിയാതെയും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശാപപ്രാർത്ഥനകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ബാധ്യത നമ്മുടെ തലയിൽ നിറക്കി വെച്ചില്ല എങ്കിൽ വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഇടപാടുള്ളവർ കൊടുത്തു തീർക്കും. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അള്ളാഹ് അനുഗ്രഹിക്കട്ടെ, അള്ളാഹ് അതിനെ സഹായിക്കട്ടെ. നമസ്കാര കാര്യത്തിന് ഇൻഷാ അല്ലാഹ് നമസ്കാരം ഏറ്റവും പ്രധാനം. ഞാൻ പറഞ്ഞു അമലുകളിൽ ഏറ്റവും പ്രധാനം അതാണ്. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത കാര്യമാണ്. അതിലും നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരാകണം. അതിനോടൊപ്പം സ്ത്രീകളോട് പ്രത്യേകം പറയാണ്, വാക്കുകൾ അന്യപുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ അത് മഅറൂഫായിട്ട് നല്ല നിലയിൽ സംസാരിക്കുക. പക്ഷേ ദുർബല മനസ്സുകളെ ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാന ശൈലികൾ സ്വീകരിച്ചാൽ അത് വലിയ അപകടമാണെന്ന് പറഞ്ഞത് ഖുർആനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വാക്കുകൾ മാന്യമായിരിക്കണം, പക്ഷേ നമ്മുടെ വാക്കുകൾ സഭ്യമായിരിക്കണം, നമ്മുടെ വാക്കുകൾ ശരിയായ രീതിയിലുള്ളതായിരിക്കണം. അത് വഴിമാറിപ്പോകരുത്, അത് വലിയ അപകടമുണ്ടാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും ആത്മാർത്ഥതയോടുകൂടി ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാധ്യതകൾ എന്തെങ്കിലുമൊക്കെ ഈ ലോകത്ത് ബാക്കിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പൂർത്തീകരിക്കാൻ
നല്ല നിലയിൽ നല്ല കർമ്മങ്ങളുമായിട്ട് ശുദ്ധമായ മനസ്സുമായിട്ട് അള്ളാഹുവിലേക്ക് യാത്രയാകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ.